ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ശർക്കര അളന്നെടുത്ത് ആ സെയിം കപ്പിന് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിന്റെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. 1/4 കപ്പ് അളവിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ശർക്കര മുഴുവനും ഉരുക്കി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശർക്കര ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് തുടങ്ങി 3/4 കപ്പ് വരെ ശർക്കര നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശർക്കര മുഴുവനും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ശർക്കര പാനിയിൽ കല്ലും മണ്ണയ്ക്കും ഉണ്ടാകും. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് ശർക്കര പാനി അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര പാനിക്ക് നല്ല ചൂടാണല്ലോ. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 150 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിന്റെ മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. പൊടികളെല്ലാം ഇതുപോലെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിവിടെ കേക്ക് ഓവനിലല്ല, കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചൂട് ഡയറക്റ്റ് ആയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു റിങ് കുക്കറിന്റെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിന് പകരം നമുക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ലിഡിന്റെ ഗാസ്കറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് കുക്കറിന്റെ വെയിറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയുടെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകളെല്ലാം മിക്സ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയില് ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ കുക്കിംഗ് ഓയിലിന് പകരം നെയ്യോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ 1/4 കപ്പ് അളവിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ശർക്കര പാനിയും ഓയിലും നല്ലതുപോലെ യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരിന് പകരം വേണമെങ്കിൽ കോഴിമുട്ട എടുക്കാവുന്നതാണ് കേട്ടോ. കോഴിമുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 1 കോഴിമുട്ട എടുത്താൽ മതിയാകും. നമ്മുടെ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് മെഷർമെന്റ് കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസോ കപ്പോ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയും ഓയിലും തൈരും നല്ലതുപോലെ യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി മുഴുവനും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദയിൽ വേണമെങ്കിലും ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ എടുക്കേണ്ടത്. നമ്മുടെ കേക്കിന്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് പാലിന്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കേക്കിന്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതനുസരിച്ച് പാൽ ആഡ് ചെയ്ത് ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി കേട്ടോ. പാൽ ആഡ് ചെയ്ത് കൊടുത്ത് കേക്കിന്റെ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഒരു ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചേർത്ത രണ്ടും ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നാരങ്ങയുടെ തൊലി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. നാരങ്ങയുടെ തൊലി എടുക്കുമ്പോൾ ആ ഒരു യെല്ലോ പാർട്ട് മാത്രമേ എടുക്കാവൂ, വൈറ്റ് പാർട്ട് എടുക്കരുത് കേട്ടോ. ഒരു കൈപ്രസ്സും ഉണ്ടാവും. വാനില എസൻസിന് പകരം നമുക്ക് കറുവാപ്പട്ടയുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി തിക്കായിട്ട് പോകാതെയും കൂടുതൽ ലൂസായിട്ട് പോകാതെയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് ടിന്നിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ടിന്നിലേക്ക് നമുക്ക് അല്പം ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് ടിന്നിന്റെ താഴെയും സൈഡ് വശങ്ങളിലെല്ലാം ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ കേക്ക് ടിന്നിന്റെ താഴെ വെച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിന്റെ മുകളിലും അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഓയിൽ നല്ലതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം ഗോതമ്പ് പൊടിയോ മൈദയോ കേക്ക് ടീനിന്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ പോകുവാൻ വേണ്ടിയിട്ട് കേക്ക് ടീൻ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണുവാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസ് മുകൾ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ഉണക്കമുന്തിരിയും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം വെളുത്ത എള്ളും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമുക്ക് ഈ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 1 മിനിറ്റ് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 30 തുടങ്ങി 35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 35 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാംബോ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് കേക്കിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കണം. ഇവിടെ നമ്മുടെ ബാംബോ സ്റ്റിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അഥവാ ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. കേക്കിന്റെ ചൂട് ആറുന്നതിന് വേണ്ടിയിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 25 തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിന്റെ ചൂട് ആറിയിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ബട്ടർ പേപ്പർ മാറ്റാം. കണ്ടില്ലേ, കേക്കിന്റെ താഴ്ഭാഗം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ. ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു കേക്കാണ്. ഹെൽത്തിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ കേക്ക് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.